പോത്തൻ സിസ്റ്ററുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇനി 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 1 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെച്ചിരുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, നമുക്ക് ഡയറക്റ്റ് വേണേലും ചേർക്കാം. ഞാനിപ്പോൾ ഒന്ന് പൊങ്ങാനായിട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈദയിൽ ഉപ്പ് ചേർക്കുമ്പോഴേക്കും 1 ടീസ്പൂണിന് പകരം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും. ഇതേപോലെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം. പാത്രത്തിൻ്റെ സൈഡിലും കൂടെ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കണം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ഡബിൾ സൈസ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. തണുത്തതിന് ശേഷം ചിക്കൻ അതിൻ്റെ എല്ലിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി മിക്സിയിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 2 പച്ചമുളക് അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഞാൻ ക്യാരറ്റും ബീൻസും ആണ് ചേർക്കുന്നത്. 1/2 കപ്പ് വീതം രണ്ടും ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ക്യാരറ്റും ബീൻസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചിക്കനകത്ത് വേവിക്കുമ്പോഴും കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതിൽ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് വേണം നിങ്ങളിതിൻ്റെ എരിവ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമ്മൾ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് ഒന്ന് ഇളക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. മാവ് നമ്മൾ കുഴച്ച് വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇത് വളരെ സ്റ്റിക്കി ഡോ ആയതുകൊണ്ട് പരത്തുമ്പോഴേക്കും അത് കുറച്ച് പാടാണ്. അതുകൊണ്ട് നമ്മൾ റോളിംഗ് പിന്നിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോഴേക്ക് ഇതേപോലെ ഒന്ന് വലിച്ച് വെച്ച് കൊടുക്കുക. മൈദ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അത് പരത്തിയാലും അത് കുറച്ച് ഇങ്ങനെ ചുരുണ്ട് വരും. അതുകൊണ്ട് ഒന്ന് വലിച്ച് വെച്ച് കൊടുക്കുക. രണ്ടാമത്തെ ഇത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം.
ഇനി അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ പരത്തി വെച്ചത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പൊങ്ങി വരുന്നതനുസരിച്ച് ഇതിൻ്റെ സൈഡ് വിട്ടുപോകും. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് പൊങ്ങണം. പൊങ്ങാനായിട്ട് കൂടുതൽ സമയം വെക്കണ്ട, ഒരു 15-20 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇനി പൊങ്ങിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 2-3 ഹോളുകൾ ഇട്ട് കൊടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട്. കറക്റ്റ് 20 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ടവലിട്ട് മൂടി വയ്ക്കും. അപ്പം വളരെ സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.